നമസ്കാരം. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വാഗ്ദാനമായ 2500 രൂപ പെൻഷൻ എന്നത് നടപ്പാക്കാൻ സർക്കാരിന് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയില്ല. നിലവിൽ സംസ്ഥാനത്ത് 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ തുകയായി നൽകുന്നത്. ഇതിൽ 200 രൂപ കൂടെ വർദ്ധിപ്പിച്ച് 1800 രൂപ ആക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. ഈ നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. 2021 LDFന്റെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുങ്ങുന്ന സാഹചര്യത്തിൽ ഈ വാഗ്ദാനം നിറവേറ്റാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വാഗ്ദാനത്തിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും 200 രൂപയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നിലവിലെ തുക ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. നവംബറിൽ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ വരുന്നത്. 2021 LDFന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന ക്ഷേമ പെൻഷൻ 2500 രൂപ ആയി ഉയർത്തുക എന്നത് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിലവിലെ തുകയിൽ നിന്നും 900 രൂപയുടെ വർധനവ് ആവശ്യമാണ്. എന്നാൽ പെൻഷൻ വിതരണം ഇടക്കാലത്ത് കുറച്ചു മാസങ്ങൾ മുടങ്ങിക്കിടന്നിരുന്നു. ഏറെ വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ സർക്കാർ കേൾക്കുകയുണ്ടായി. എങ്കിലും നിലവിലെ കുടിശ്ശികകൾ തീർത്ത് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിരവധി ആളുകൾ സർക്കാരിന്റെ ഈ പെൻഷൻ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പലരും മരുന്ന് വാങ്ങാനും ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കാനും വീട്ടിലെ ചെലവുകൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക മുടങ്ങിയാൽ പല കുടുംബങ്ങളെയും ദുരിതത്തിലാക്കും. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെയായിരുന്നു ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശികകൾ തീർക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം വന്നത്. ക്ഷേമ പെൻഷൻ വർധന സംബന്ധിച്ച പ്രഖ്യാപനം നവംബറിൽ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. നവംബർ 1 വിളിച്ചു ചേർക്കുന്ന ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം സർക്കാരിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങൾ വിളംബരം ചെയ്യുന്ന ഒന്നായിരിക്കും. കൂടാതെ ഉടൻ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെയും ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ 6 തരം സാമൂഹിക ക്ഷേമ പെൻഷനുകളാണ് നിലവിലുള്ളത്. കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഇത് മാനസികമായി വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷനാണ്. ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഇത് ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷനാണ്. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ സ്കീം എന്നിവയാണ് സർക്കാരിന്റെ പെൻഷൻ പദ്ധതികളിൽ ഉള്ളത്. കേരളത്തിൽ ഈ പെൻഷനുകൾക്കെല്ലാം പ്രതിമാസം 1600 രൂപ വീതമാണ് നൽകി വരുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധനവ്, DA കുടിശ്ശികയുടെ ഒരു പങ്ക് എന്നിവ നടപ്പാക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും വിവരങ്ങളുണ്ട്. ഇതോടൊപ്പം ആശാ വർക്കർമാർക്ക് ഓണേറിയം വർധനവ് തുടങ്ങിയവ നവംബർ 1 മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ 6 മാസത്തോളം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുപോലെ പ്രഖ്യാപനത്തിനായി നമുക്കും കാത്തിരിക്കാം.